Hi, I am Rojis Juice, Managing Director of Alpha Academy and Genius Integrated School, ALAPPUZHA. 2024 NEET examination base ചെയ്തിട്ട് All India MBBS BDS നമുക്കറിയാം എയിംസ് AFMC ജിപ്മർ ഇന്ത്യ മുഴുവനുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ ഡെന്റൽ കോളേജുകളുടെയൊക്കെ 15% സീറ്റ് ഫില്ല് ചെയ്യുന്ന അതിനോടൊപ്പം ഡീംഡ് ക്യാമ്പസുകളുടെ 100% സീറ്റ് ഫില്ല് ചെയ്യുന്ന ഈ ഓൾ ഇന്ത്യ കൗൺസിലിംഗിന്റെ തേർഡ് റൗണ്ടാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒക്ടോബർ 10 വരെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ ഒരു അഡ്മിഷൻ ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് റിസൈൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് അനുവദിച്ചിരിക്കുന്നത്. മുമ്പ് അനുവദിച്ചിരുന്ന ഷെഡ്യൂളുകളിൽ നിന്നൊക്കെ മറ്റുള്ള സ്റ്റേറ്റിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് ഡിലേ ആകുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെയും അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ ഷെഡ്യൂളുകളിൽ വ്യത്യാസം വരുന്നത്. ആ വ്യത്യാസത്തിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ എൻട്രൻസ് കമ്മീഷണർ MCC അനൗൺസ് ചെയ്തിരിക്കുന്നത് ഒക്ടോബർ 10 വരെ ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ ഒരു അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് റെസിഗ്നേഷൻ എടുത്തിട്ട് അതാത് സ്റ്റേറ്റുകളിലേക്ക് മാറേണ്ടവർക്ക് മാറാനുള്ളൊരു പെർമിഷനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ ഒക്ടോബർ 10 വരെ തന്നിട്ടുണ്ട്. ഈ സെയിം ടൈമിൽ തന്നെ നമുക്കറിയാം ഒക്ടോബർ 8 തേർഡ് റൗണ്ടിൻ്റെ രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിങ്ങും സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് ചോയ്സ് ഫില്ല് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 11 മോർണിംഗ് 9 o'clock വരെ മാത്രമാണ്. അപ്പോൾ ഇന്ന് 10th ആണ്, നാളെ 11 രാവിലെ 9 മണി വരെ മാത്രമാണ് ചോയ്സ് ഫില്ല് ചെയ്യാനുള്ള ടൈം ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ പങ്കെടുക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ട് ഈ തേർഡ് റൗണ്ടിൽ പങ്കെടുക്കാം. ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ ഒരു ക്യാമ്പസ് ലഭിച്ചതിന് ശേഷം എനിക്ക് അതിനേക്കാൾ ഹയർ ഓപ്ഷനിലേക്ക് ഒരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ തേർഡ് റൗണ്ടിൽ പങ്കെടുക്കാം. ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ ഒരു കോളേജും ലഭിക്കാതിരുന്നവർക്കും തേർഡ് റൗണ്ടിൽ പങ്കെടുക്കാം. തേർഡ് റൗണ്ടിൻ്റെ ഈ ചോയ്സ് ഫില്ലിംഗ് നാളെ 11-ാം തീയതി രാവിലെ 9 മണിക്ക് തീരുമ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ള ഈ അലോട്ട്മെന്റ് പ്രോസസ്സിങ്ങിൻ്റെ ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ സീറ്റ് മെട്രിക്സിലൂടെ നമുക്കറിയാം വേക്കൻസികൾ വന്നിരിക്കുന്ന സീറ്റുകളെല്ലാം തന്നെ ഒരു പരിധി വരെയുള്ള സീറ്റുകളെല്ലാം തന്നെ ഈ തേർഡ് റൗണ്ടിലായിരിക്കും ഫില്ല് ചെയ്യപ്പെടുക. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ് അലോട്ട്മെന്റ് പ്രോസസ്സിംഗ് വഴിയോ ഓൾ ഇന്ത്യ വഴിയോ നമുക്കിഷ്ടമല്ലാത്തൊരു ക്യാമ്പസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും അത് ഓൾ ഇന്ത്യ വഴിയുള്ള BSc നഴ്സിംഗ് കോഴ്സുകളാവട്ടെ, MBBSൻ്റെയോ BDSൻ്റെയോ ഇന്ത്യ മുഴുവനുള്ള 15% സീറ്റുകളാവട്ടെ, ഇതിനോടൊപ്പം ഡീംഡ് ക്യാമ്പസുകളുടെ 100% സീറ്റുകളാവട്ടെ, ഏതെങ്കിലും ഒരു സീറ്റ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ നമുക്കൊരു മികച്ച ക്യാമ്പസിലാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ഇനി ഇതിനേക്കാൾ നല്ലൊരു ക്യാമ്പസ് വേണമെന്ന് ആഗ്രഹിക്കുന്നത് മാത്രമേ തേർഡ് റൗണ്ടിൽ നാം സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. നാം ശ്രദ്ധിക്കാതെ നമുക്കിപ്പോൾ ലഭിച്ചതിനേക്കാൾ മോശം ഒരു ക്യാമ്പസാണ് നാം കൊടുക്കുന്നത്. ഒരു ക്യാമ്പസുകൾ മോശമല്ല, മോശമെന്ന് നമ്മുടെ മനസ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം ദൂരെ കൂടുതലാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലത് ഇതിന് മുമ്പത്തതായിരുന്നു, അങ്ങനെ ഒരു ചിന്ത വരാത്ത രീതിയിൽ ഇനിയും ബെസ്റ്റിലേക്ക് പോകണമെന്ന് ഉറപ്പുള്ള ക്യാമ്പസ് മാത്രമേ തേർഡ് റൗണ്ടിൽ ചോയ്സ് ഫില്ലിംഗ് നാം എൻട്രി ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ നമുക്ക് പ്രയോറിറ്റി അനുസരിച്ച് നമുക്ക് ചോയ്സ് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് ലോക്ക് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് ഒക്ടോബർ 11 മോർണിംഗ് 9 o'clock. ഇങ്ങനെ സബ്മിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളിൽ നിന്നും 12-ാം തീയതി അലോട്ട്മെന്റ് ഡിക്ലെയർ ചെയ്യും. 12th അലോട്ട്മെന്റ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ 14th 19th ഇൻ ബിറ്റ്വീൻ എല്ലാ ഡോക്യുമെന്റ്സുമായി നാം ക്യാമ്പസിൽ പോയി ജോയിൻ ചെയ്യണം. സെക്കൻഡ് റൗണ്ടിൽ നമുക്കൊരു ക്യാമ്പസിൽ ജോയിൻ ചെയ്തിട്ട് ചേഞ്ച് ലഭിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ആ ക്യാമ്പസിൽ നിന്നും എല്ലാ ഡോക്യുമെന്റ്സുകളും റിട്ടേൺ കളക്ട് ചെയ്ത് ഇപ്പോൾ പുതിയതായിട്ട് ലഭിച്ചിരിക്കുന്ന ക്യാമ്പസിലേക്ക് പോയി ജോയിൻ ചെയ്യണം. ആ തേർഡ് റൗണ്ടിൽ ഏത് ക്യാമ്പസിലാണോ ജോയിൻ ചെയ്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ നമുക്കറിയാം ഒക്ടോബർ 14-ാം തീയതി മുതൽ ക്യാമ്പസുകളിലെ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഓരോ ദിവസത്തെയും അധ്യയനം നഷ്ടപ്പെടുത്താതെ ഒരു അലോട്ട്മെന്റ് 12-ാം തീയതി ലഭിച്ചു കഴിഞ്ഞാൽ 14th തന്നെ ക്യാമ്പസിൽ പോയി ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് ഹോസ്റ്റലിൽ ജോയിൻ ചെയ്ത് നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങളിലേക്ക് എല്ലാ വിദ്യാർത്ഥികളും നമ്മൾ ആഗ്രഹിച്ച് നേടിയ എത്ര വർഷങ്ങളുടെ കാത്തിരിപ്പിലൂടെ എത്രയധികം കഠിന പരിശ്രമത്തിലൂടെ ആ നേടിയെടുത്ത ക്യാമ്പസിൽ നമ്മുടെ ഡ്രീം ഡെസിഗ്നേഷൻ ആകുന്ന ആ ജോബിലേക്ക് എത്താനുള്ള ആ കോഴ്സിലേക്ക് എത്രയും നേരത്തെ തന്നെ ജോയിൻ ചെയ്ത് പഠനം തുടങ്ങാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. ഇനി ഇതിനോടൊപ്പം ഈ തേർഡ് റൗണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി ഒറ്റ അലോട്ട്മെന്റ് മാത്രമാണുള്ളത്, അതാണ് സ്ട്രേ വേക്കൻസി. ഈ ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ തേർഡ് റൗണ്ടിലോ ഒരു ക്യാമ്പസ് ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് സ്ട്രേ വേക്കൻസി പങ്കെടുക്കാം.
ഇതുവരെ ഒരു രജിസ്ട്രേഷനിലും പങ്കെടുക്കാതിരുന്നവർ, ഫസ്റ്റ് റൗണ്ടിലും പങ്കെടുത്തിട്ടില്ല, സെക്കൻഡ് റൗണ്ടിലും തേർഡ് റൗണ്ടിലും പങ്കെടുത്തിട്ടില്ലാത്ത വിദ്യാർത്ഥികൾക്കും സ്ട്രേ വേക്കൻസിയിൽ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ട് പങ്കെടുക്കാം. ഇനി ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ പങ്കെടുത്തു, ഒരു കോളേജ് അനുവദിച്ച് കിട്ടി, ഞാൻ പോയില്ല, എൻ്റെ രജിസ്ട്രേഷൻ ഫീ നഷ്ടപ്പെട്ടതാണ്, അങ്ങനെയുള്ളവർക്കും സ്ട്രേ വേക്കൻസി പങ്കെടുക്കാം. ഇനി ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ തേർഡ് റൗണ്ടിലോ ഒരു കോളേജിൽ ജോയിൻ ചെയ്തവർക്ക്, ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇതുവരെ ഒരു അഡ്മിഷൻ ലഭിക്കാതിരിക്കുന്ന കാറ്റഗറിയിൽ വന്നിട്ടുള്ള എല്ലാവർക്കും തന്നെ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാം. സ്ട്രേ വേക്കൻസിക്ക് ചോയ്സ് ഫില്ല് ചെയ്യാനും രജിസ്ട്രേഷൻ ഫീസും അടയ്ക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 22 മുതൽ 26 വരെയുള്ള ഡേറ്റ് ആണ്. 22 രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. 23 മുതൽ 26 വരെ നമുക്ക് ചോയ്സ് ഫില്ല് ചെയ്യാം. ആ സമയത്ത് വേക്കൻസി ഉള്ള ക്യാമ്പസുകളുടെ സീറ്റ് മെട്രിക്സുകൾ MCCയുടെ സൈറ്റിൽ നമുക്ക് കാണാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള, നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് ഏത്, MBBS ആണോ, BDS ആണോ, BSc നഴ്സിംഗ് ആണോ, അത് തന്നെ ഗവൺമെൻറ് ക്യാമ്പസുകളാണോ, ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് ആണോ, ഏതൊക്കെയാണോ നമുക്ക് ആഗ്രഹമുള്ള ക്യാമ്പസുകൾ ചോയ്സുകൾ ഫില്ല് ചെയ്ത് 26 മുമ്പായി നാം സേവ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുക്കണം. ഈ സ്ട്രേ വേക്കൻസിയോടുകൂടി 2024 നീറ്റ് എക്സാമിനേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഓൾ ഇന്ത്യയുടെ എല്ലാ കൗൺസിലിങ്ങും തീരുകയാണ്. അങ്ങനെ തേർഡ് റൗണ്ടിന്റെ സ്ട്രേ വേക്കൻസിക്ക് ചോയ്സ് ഫില്ല് ചെയ്ത വിദ്യാർത്ഥികളിൽ നിന്നും 29 ലാസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുക. അങ്ങനെ ഒരു അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നവംബർ 5 മുമ്പായി എല്ലാ ഡോക്യുമെന്റ്സുമായി കോളേജുകളിൽ ജോയിൻ ചെയ്യുകയും വേണം. ഇതോടുകൂടി ഓൾ ഇന്ത്യ കൗൺസിലിംഗ് തീരുകയാണ്. ഈ സെയിം ടൈമിൽ തന്നെ ഓൾ ഇന്ത്യയുടെ തേർഡ് റൗണ്ട് നടക്കുന്ന ഈ സമയം കഴിഞ്ഞാൽ ഉടൻ തന്നെ കേരളയുടെ MBBSന്റെയും BDSന്റെയും തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് റൗണ്ടും സെക്കൻഡ് റൗണ്ടും കഴിഞ്ഞത് നമുക്കറിയാം. ഇനി തേർഡ് റൗണ്ടിലേക്ക് കേരളയുടെ സ്റ്റേറ്റ് വൈസ് ഉള്ള തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് ഓൾ ഇന്ത്യയിൽ ഒരു ക്യാമ്പസ് ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് കേരളയുടെ തേർഡ് റൗണ്ടിൽ, ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് തേർഡ് റൗണ്ടിൽ പങ്കെടുക്കാം. അങ്ങനെ പങ്കെടുത്തുകൊണ്ട് നമുക്ക് ഓൾ ഇന്ത്യ വഴി ഒരു സീറ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ സ്റ്റേറ്റ് വൈസ് ആണെങ്കിലും MBBSന്റെയും BDSന്റെയും, ഇനി സ്റ്റേറ്റ് വൈസ് കൗൺസിലിംഗ് നമുക്കറിയാം, കേരളത്തിലെ മുഴുവൻ ഗവൺമെൻറ് ക്യാമ്പസുകൾ മാത്രമല്ല പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ ക്യാമ്പസുകളും ഫില്ല് ചെയ്യുന്നത് സ്റ്റേറ്റ് കൗൺസിലിങ്ങിലൂടെയാണ്. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ ക്യാമ്പസുകളൊന്നും ഓൾ ഇന്ത്യയിൽ വരില്ല, അത് സ്റ്റേറ്റ് കൗൺസിലിങ്ങിലാണ്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ തേർഡ് റൗണ്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് MBBSന്റെയും BDSന്റെയും ഗവൺമെൻറ്റിൻ്റെ 85% സീറ്റും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ 100% സീറ്റുകളും അതുപോലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ NRI സീറ്റുമൊക്കെ നമുക്ക് ഈ തേർഡ് റൗണ്ടിൽ, സ്റ്റേറ്റിൻ്റെ തേർഡ് റൗണ്ടിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിന് തീരുന്നതിൻ്റെ പാരലായിട്ട് തന്നെ സ്റ്റേറ്റിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലും പങ്കെടുത്തുകൊണ്ട് ഇനി MBBSും BDSും മാത്രമല്ല, ഇതിനോടൊപ്പം തന്നെ ഓൾ ഇന്ത്യ ലെവലുള്ള ആയുർവേദത്തിൻ്റെ ആയുഷിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങും അതുപോലെ വെറ്റിനറിയും അഗ്രികൾച്ചറും ഒക്കെ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി വരാനുള്ളത് സ്റ്റേറ്റിൻ്റെ അലൈഡ് കോഴ്സുകളുടെ സെക്കൻഡ് റൗണ്ടും തേർഡ് റൗണ്ടും ഒക്കെയാണ്. അപ്പോൾ ഇതേപോലുള്ള ഓരോ അലോട്ട്മെൻറ്റിലും കൃത്യമായ ഡേറ്റുകൾ നോട്ട് ചെയ്ത് മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഓപ്ഷൻ രജിസ്ട്രേഷനും അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലും കൃത്യമായി പങ്കെടുക്കുക. ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനും നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾക്ക് ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കുന്നതിലൂടെ നിങ്ങളുടെ ഡൗട്ട്സുകൾ തീർക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഇതിനോടൊപ്പം ഈ വർഷത്തെ 2024 എൻട്രൻസ് എക്സാമിനേഷനിലൂടെ ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലൂടെ നമ്മുടെ മാർക്കിലൂടെ, റാങ്കിലൂടെ ഒരു മികച്ച ക്യാമ്പസ് ലഭിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നാം മോശമാണ്, എനിക്കതിനുള്ള കഴിവില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. പകരം ഇനി നമ്മുടെ മുമ്പിൽ അവസരങ്ങളുണ്ട്, സാധ്യതകളുണ്ട്. ഇതിനേക്കാൾ മികച്ചൊരു ക്യാമ്പസിലേക്ക് എത്തിച്ചേരാൻ നിങ്ങളെ ആൽഫയുടെ ക്യാമ്പസിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. നന്നായി പഠിച്ച്, നല്ല കെയറോടുകൂടി പഠിച്ച് ഏറ്റവും മികച്ച റാങ്ക് നേടി 2025 എൻട്രൻസ് എക്സാമിനേഷൻ റിപ്പീറ്റർ ബാച്ചിലോ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് സിസ്റ്റത്തിലോ ലോങ് ടൈം കോച്ചിങ്ങിലോ ഒക്കെ പഠിച്ച് നല്ല ഹോസ്റ്റൽ ഫെസിലിറ്റിയോടൊപ്പം പഠിച്ച് നല്ല വിജയം നേടാൻ നിങ്ങളെ ഓരോരുത്തരെയും ആൽഫയുടെ ക്യാമ്പസിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഏറ്റവും നല്ല വിജയം നിങ്ങൾ ആഗ്രഹിക്കുന്ന സീറ്റുകളോടെ, കോഴ്സുകളോടെ, ക്യാമ്പസുകളോടെ നേടാൻ സാധിക്കട്ടെ എന്ന ആശംസയോടെ ഓൾ ദി ബെസ്റ്റ്.